നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശ്വാസ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുക. കമ്മീഷന്റെ പ്രതിച്ഛായ അനുദിനമെന്നോളം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതിപ്പോ ഏറ്റവും താഴെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അതാർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കാരണം നമ്മുടെ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഭരണകൂടങ്ങള്, സർക്കാരുകള്, അതാണ് ഇന്ത്യ ഭരിക്കേണ്ടത്. അപ്പം അതിന് നേതൃത്വം കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിരിക്കുക. ജനങ്ങളിപ്പോ കമ്മീഷനെ നോക്കുന്നത് പഴയൊരു വിശ്വാസത്തോടെയല്ല, വലിയ സംശയത്തോടെയാണ്. കാരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ മുമ്പിൽ വെച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെച്ച ചില വസ്തുതകൾ, അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ വലിയ തോതിൽ വോട്ട് കൊള്ള, വോട്ട് ചോരി, വോട്ട് മോഷണം നടന്നു എന്നുള്ളതാണ്. അതാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിച്ഛായ നഷ്ടത്തിന് കാരണമായിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഉത്തരവാദിത്വം ആരുടേതാ? നമ്മുടെ കമ്മീഷന്റെ അല്ലേ? അല്ല, നമ്മുടെയൊന്നും അല്ലല്ലോ, പ്രതിപക്ഷ നേതാവിൻ്റെതും അല്ലല്ലോ, പ്രതിപക്ഷത്തിൻ്റെതും അല്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുക, ആ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാ. അത് തയ്യാറാവുന്നില്ല. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ഇതാ ഞാൻ ചില വസ്തുതകൾ രാജ്യത്തിന് മുമ്പിൽ വെച്ചിരിക്കുക, അത് തെറ്റെങ്കിൽ, അത് ശരിയല്ലെങ്കിൽ നിങ്ങളത് അതിന്റെ വിശദീകരണമായി പുറത്തു വരും. അതിനവരെ തയ്യാറാവുന്നില്ല. മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഒന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാ, അതായത് ഈ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ ഫോം, ഇലക്ട്രോണിക് രൂപത്തിലുള്ള വോട്ടർ പട്ടിക, അതൊന്ന് 15 മിനിറ്റ് മതി, ഞങ്ങൾ ചിലവ് തെളിയിക്കാം. രാഹുൽ ഗാന്ധി പറഞ്ഞതാ, പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തത്തോടെ പറഞ്ഞതാ. അല്ലാതെ റോഡിലൂടെ പോയ ആരെങ്കിലും ചുമ്മാ അത് പറഞ്ഞിട്ട് പോയതല്ല, ഒരു വെല്ലുവിളി അങ്ങോട്ട് എറിഞ്ഞിട്ട് പോയതല്ല. അത് കിട്ടിയാൽ 15 മിനിറ്റിനകം ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് കൊള്ളയിലൂടെയാണ് വീണ്ടും പ്രധാനമന്ത്രിയായതെന്ന് തെളിയിച്ചു തരാമെന്നാ പറയുന്നത്. അദ്ദേഹത്തെ വിശ്വസിച്ചുകൂടെ? അദ്ദേഹം തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അദ്ദേഹത്തിനൊരു അവസരം കൊടുത്തുകൂടെ? അതിന് തയ്യാറാവുന്നില്ലല്ലോ. അതിനു പകരം ഇലക്ഷൻ കമ്മീഷൻ എന്തുവാ ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതുവരെ കാമ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല കേട്ടോ. അദ്ദേഹം ഡൽഹിയിൽ ആഫീസിലിരിക്കുക, ഒന്നും പറയുന്നില്ല. അതിലൊരു കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന, ഈ 3 സംസ്ഥാനങ്ങളിലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്. അവരെ കൊണ്ട് ഈ ചുടിയോറ് വാരിക്കുന്ന ഒരു ഏർപ്പാടാ ഇപ്പോഴത്തെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. കേരള കേഡറിൽ നിന്നുള്ള ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനാ. അദ്ദേഹം ഇതുവരെ മിണ്ടിയിട്ടില്ല. പക്ഷെ ഇതിനോടകം ഈ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഏക നടപടി എന്ന് പറയുന്നത്, രാജ്യം മുഴുവൻ കാത്തിരിക്കുക കമ്മീഷൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ. അവർ കൂടെ ചെയ്തത് കർണാടകയിലെ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് വളരെ ദുർബലമായ ഒരു നോട്ടീസ്, അത് ഞാൻ അടിവരയിട്ട് പറയാം, ദുർബലമായ ഒരു നോട്ടീസ് അയച്ചു എന്നുള്ളത് മാത്രമാണ്. അതൊഴിച്ചാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യാൻ പറ്റുന്നത് കമ്മീഷൻ മാത്രമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമാണ്. അവരുടെയിലാണ് രേഖകളുള്ളത്. അപ്പൊ രാഹുൽ ഗാന്ധി തെളിവുകൾ സുഖത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു, അത് ശരിയല്ലെന്ന് വയ്ക്കുക. അദ്ദേഹം പറഞ്ഞത് വ്യാജമാണ്. അദ്ദേഹം വെറുതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മോദി സർക്കാരിനെയും ഒക്കെ താറടിക്കാൻ, പ്രതിച്ഛായ ഇടിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ ഒരു അഭ്യാസമാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കമ്മീഷന്റെ കൈവശമുള്ള തെളിവുകളും രേഖകളും ഉപയോഗിച്ച് രാഹുൽ ഗാന്ധി തെറ്റാണെന്ന് തെളിയിക്കണ്ടേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ വന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിച്ഛായ ഇന്നുള്ളതിനേക്കാൾ എത്രയോ ഉയരും. അതിനല്ലേ ശ്രമങ്ങൾ നടത്തേണ്ടത്? അങ്ങനെ വന്നാൽ, അപ്പൊ രാഹുൽ ഗാന്ധി തെറ്റാണെന്ന് വന്നാൽ, നമ്മുടെ മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ പാർലമെന്റില് അതിന്റെ പേരിൽ വിജയപേരി അടിക്കാമല്ലോ, പരിഹസിച്ച് പ്രതിപക്ഷത്തെ അങ്ങ് ഇല്ലാതാക്കാമല്ലോ. അതിനുള്ള അവസരമല്ലേ ലഭിക്കുക? ഇനി ഇലക്ഷൻ കമ്മീഷണർ നമ്മുടെ ജ്ഞാനേഷ് കുമാർ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി, ഏറ്റവും സന്തോഷം തരുന്ന ഒരു വസ്തുതയായിട്ട് അത് മാറുകയും ചെയ്യും. എന്നാ പിന്നെ എന്താണ് ഇതൊന്നും ചെയ്യാത്തത്? നമ്മുടെ സംശയം അതാ, സാധാരണക്കാരന്റെ സംശയമാണ് നമ്മളീ പറയുന്നത്. നമ്മുടെ വലിയ ബുദ്ധിജീവിയായിട്ട് സംസാരിക്കുമൊന്നുമല്ല കേട്ടോ. സാധാരണ മനുഷ്യന്മാർ ഇതൊക്കെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവര്, കേട്ടുകൊണ്ടിരിക്കുന്നവര്, വാർത്തകൾ വായിക്കുന്നവര് ഉണ്ടാകാവുന്ന സാധാരണ സംശയം. രാഹുൽ ഗാന്ധി പറയുന്ന തെറ്റാണെങ്കിൽ രേഖകൾ വെച്ച് അതങ്ങനെ അങ്ങ് തെളിയിച്ചാൽ പോരെ കമ്മീഷന്. അങ്ങനെ വന്നാല് വേറെയും ഉണ്ട് ചില പ്രയോജനങ്ങൾ. നെയ്യപ്പം തിന്നാൽ
ഗുണങ്ങൾ പലതാണെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ നിത്യശല്യക്കാരനായ രാഹുൽ ഗാന്ധിയെ പിടിച്ച് ജയിലിലിടാവുന്നേ, വല്ല തിഹാർ ജയിലിലോട്ടോ മറ്റോ വിട്ടേക്കാം. പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു ചോദ്യങ്ങളും കൂടാതെ ആരുടെയും തടസ്സപ്പെടുത്തലുകളില്ലാതെ തോന്നിയ അവസ്ഥ ഭരിക്കുകയും ചെയ്യാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇത്രയും സൗകര്യപ്രദമായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി പറഞ്ഞത് രേഖകൾ വച്ച് ശരിയെല്ലാം തെളിയിക്കുക. രേഖകളാണെങ്കിൽ കമ്മീഷന്റെ കൈവശമുണ്ട്, അത് ചെയ്യുന്നില്ല. അതിന് പകരമാണ് സെൻട്രൽ ബാംഗ്ലൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ ശകുൻ റാണി എന്ന് പറയുന്ന ഒരു വോട്ടറെ കണ്ടുപിടിച്ച് അവരുടെ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇപ്പോൾ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്തുവാ ശകുൻ റാണിയെ പറ്റി പറഞ്ഞത്? 2 ഐഡന്റിറ്റി കാർഡുകളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും അതിലൊന്ന് വ്യാജമായിരിക്കുമല്ലോ. ഇവരുടെ ഫോട്ടോ സഹിതം മഹാദേവപുര എന്ന് പറയുന്ന മണ്ഡലത്തിൽ, അസംബ്ലി മണ്ഡലം അത്, അവിടെ ഇവരുടെ പേരിൽ 2 വോട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആ 2 വോട്ട് ചെയ്തിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പക്ഷെ അന്നേരം അദ്ദേഹം ഒന്ന് പറഞ്ഞു, ഈ പത്രസമ്മേളനത്തിലേ വെറുതെ കാർഡടിച്ച് വെടിവെക്കല്ല രാഹുൽ ഗാന്ധി ചെയ്തത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അതായത് ഈ 2ാമത് വോട്ട് ചെയ്തത് അത് ശകുൻ റാണിയാണോ എന്ന് നമുക്ക് നിശ്ചയമില്ല, അതൊരു പക്ഷേ വേറെ ആരെങ്കിലും ആകാം. പക്ഷേ 2 വോട്ടുണ്ട്, 2 വോട്ട് ചെയ്തിരിക്കുന്നു. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു? എളുപ്പമാണല്ലോ, പോയി ഒരു ശകുൻ റാണിയെ കണ്ടാൽ മതിയല്ലോ. ആ ശകുൻ റാണിയെ കണ്ടപ്പോൾ അവര് പറഞ്ഞു, ഞാൻ അങ്ങനെ 2 വോട്ട് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. അപ്പോഴത്തേക്ക് കിട്ടിയ പാടെ, അത് കേട്ട പാടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഓടി ആഫീസിൽ ചെന്നിട്ട് ഒരു ലെറ്റർ ഹെഡ് എടുത്തിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് അയച്ചു. അതായത് നമ്മുടെ ശകുൻ റാണി പറയുന്നു, അതാണ് വിശ്വാസം, ശകുൻ റാണിയെ വലിയ വിശ്വാസമാണ് ഇലക്ഷൻ കമ്മീഷൻ. അവര് പറയുന്നു അവർ 2ാമത് വോട്ട് ചെയ്തിട്ടില്ലെന്ന്. എങ്ങനെയുണ്ട്? പിന്നെ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു ശകുൻ റാണി വോട്ട് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം വോട്ട് ചെയ്തതായിട്ട് ടിക്ക് ചെയ്യും ഈ വോട്ടർ പട്ടികയിൽ. ആ രേഖ അത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് ഇലക്ഷൻ കമ്മീഷന്റെ രേഖയല്ലെന്ന്. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി എന്തെങ്കിലും വ്യാജമായിട്ട് സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ടുപോയ രേഖയാണെന്നും നമുക്കറിഞ്ഞുകൂടാ കേട്ടോ. അതൊക്കെ അന്വേഷിക്കാവുന്ന കാര്യമാണ്. അത് അന്വേഷിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ പറയുന്നതാ. അത് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് പിന്നെയും നമ്മുടെ സംശയം ഇങ്ങനെ ഉണ്ടാവുന്നത്. ഒരു വോട്ടർ ഒരു വോട്ട്, അതാണ് തത്വം. അതിനപ്പുറത്ത് വ്യാജമായിട്ട് വോട്ടുകൾ ചേർക്കുന്നതിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത്. ആരോപണമല്ല, ചില വസ്തുതകൾ രാജ്യത്തിന്റെ മുമ്പിൽ വെച്ചത്. ഈ ശകുൻ റാണിയുടെ കാര്യത്തില് അവരോട് ചോദിച്ചെന്നേ പറയുന്നുള്ളൂ, അവര് 2ാമത് വോട്ട് ചെയ്തിട്ടില്ലെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്തോ? 2 വോട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണെന്നേ. ഈ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതാ, 2 ഉണ്ട്. മറ്റേതാരെങ്കിലും ചെയ്തോ? അത് ആരായിരിക്കാം ചെയ്തത്? ഒരു അന്വേഷണവും നടന്നിട്ടില്ല. ശകുൻ റാണി പറഞ്ഞു, അത് വിശ്വസിച്ചു, എന്നിട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ഒരു സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഞാൻ പറയുന്നതെല്ലാം സത്യമാകുന്നുവെന്ന് ആണയിട്ട് പറഞ്ഞതിന് ശേഷം ഒരു പരാതി കൊടുക്കാനാ. ഇപ്പൊ ഇനിയും ശകുൻ റാണിയോട് അങ്ങനെ എന്തെങ്കിലും സത്യപ്രതിജ്ഞ എഴുതി വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ സംഭവിച്ചു, അത് നമ്മൾ മറക്കാൻ പാടില്ല, ശ്രദ്ധിക്കാതിരിക്കാൻ പാടില്ല. ഇതുവരെ രാഹുൽ ഗാന്ധിയോട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി വേണമെങ്കിൽ, ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ, ഞങ്ങൾ അനങ്ങണമെങ്കിൽ നിങ്ങളുടെ സത്യപ്രതിജ്ഞയോടുകൂടിയ ഒരു പരാതി വേണം, സത്യവാങ്മൂലം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നോട്ടീസ് അയക്കേണ്ട കാര്യം വന്നപ്പം അതിന്റെ ആവശ്യമില്ല. രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയോടുകൂടിയ പരാതിയോ ഒന്നും കിട്ടിയിട്ടല്ല, ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ഒരു പരാതി അയച്ചിരിക്കുക. ഒരു പിടിവള്ളി കിട്ടിയതുപോലെ ഉടനെ അതേ കയറി പിടിച്ചു. പക്ഷേ നമ്മുടെ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരേ അഡ്രസ് എന്ന് പറയുമ്പോൾ ഒരു മുറി 3 പേർക്ക് പായ വിരിച്ച് കിടക്കാം. അങ്ങനത്തെ ഒരു മുറിയും ചെറിയൊരു അടുക്കളയും സ്വാഭാവികമായിട്ട് ഒരു ശുചിമുറിയും ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവത്തില് ആ ഒരു വീട്ടില് 80 പേരെ ചേർത്തിരിക്കുന്ന കഥ രാഹുൽ ഗാന്ധി പറഞ്ഞതാ. ഈ സെൻട്രൽ ബാംഗ്ലൂർ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന് പറഞ്ഞ നിയമസഭാ മണ്ഡലത്തില് മുന്നിറെഡ്ഡി ലേഔട്ട് എന്ന് പറയുന്ന ഒരു കോളനി, അവിടുത്തെ 35-ാം നമ്പർ വീട്, ആ വീട്ടില് 80 വോട്ടർമാരുണ്ടായിരുന്നു എന്നാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ നിന്ന് പട്ടികയിൽ കിടക്കുന്നത്. അതിനെപ്പറ്റി മുണ്ടാട്ടമില്ല, ഒന്നും പറയുന്നില്ല. ആകെ കൂടെ കിട്ടിയത് ശകുൻ റാണി. ഈ 80 പേര് എവിടെ പോയി? ഇവരൊക്കെ വോട്ട് ചെയ്തോ? കള്ളവോട്ട് ചെയ്തോ? ഇത് കള്ളവോട്ടാണല്ലോ. ഇല്ലാത്ത അഡ്രസ്സിൽ ഇത്ര 80 പേരെ ചേർക്കണമെങ്കിൽ ആ വോട്ട് എവിടെ പോയി? മറ്റൊരു കാര്യം, ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം, അവിടുത്തെ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളില് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 82,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. ഈ 7 മണ്ഡലങ്ങളില് 8ാമത്തെ മണ്ഡലമാണ് ഈ മഹാദേവപുര. അവിടെ BJPക്ക് സ്ഥാനാർത്ഥി കിട്ടിയത്
1.14 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം. അതെങ്ങനെ സംഭവിക്കും? ആ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മറ്റ് മണ്ഡലങ്ങളിലെ 82,000 വോട്ടിന്റെ മേൽക്കൈ മറികടന്നുകൊണ്ട് അവിടെ BJP സ്ഥാനാർത്ഥി ജയിക്കുക. ഇതിനിടെ ആരാണ്ട് പറയുന്നത് കേട്ടു ചാനലുകളിലൊക്കെ ചില വർത്തമാനങ്ങൾ കേട്ടത്, അതായത് രാഹുൽ ഗാന്ധി ഈ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചു എന്ന് പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞില്ല. 7 മണ്ഡലങ്ങളിലായിട്ട് കോൺഗ്രസിനായി 82,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ഇപ്പുറത്തൊരു ഒറ്റ മണ്ഡലത്തിൽ 1.14 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം BJP കിട്ടി. അങ്ങനെ BJP സ്ഥാനാർത്ഥി ജയിച്ചത് അസ്വാഭാവികമാണ്, അവിശ്വസനീയമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിൽ വേറെ ചില വിശദീകരണവും ന്യായീകരണങ്ങളുമായിട്ടൊക്കെ ചില സംഖ്യകൾ ഇറങ്ങിയിട്ടുണ്ട്. അതോടെ നിൽക്കട്ടെ. ഇനി ഈ ശകുൻ റാണി എന്ന് പറയുന്ന വോട്ടറുമായി ബന്ധപ്പെട്ട ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം, അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് വിചാരിക്കാം. അവർക്ക് 2 വോട്ടില്ല എന്നുള്ളതാണ് വസ്തുതയെങ്കിൽ, ഇനി 2 വോട്ടുണ്ട്, ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണെങ്കിൽ ചേട്ടാ ഇലക്ഷൻ കമ്മീഷനെ രേഖയും കാണിച്ചാൽ പോരെ, മാധ്യമങ്ങളോട് പറഞ്ഞാൽ പോരെ, രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണ്, ഇതാണ് വസ്തുത. അല്ലാതെ ശകുൻ റാണി എന്തോ പറഞ്ഞു, ഞാൻ 2ാമത് വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് മാത്രം എടുത്തു പിടിച്ചോണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ചാൽ, സാറേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു വോട്ടിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് ഇന്ത്യ മുഴുവൻ ഈ പാറ്റേണിൽ വോട്ട് കൊള്ള നടന്നിരിക്കുന്നു എന്ന ആരോപണമാണ്. അതിനാണ് നിങ്ങളോട് ഈ ഡിജിറ്റൽ വോട്ടർ പട്ടിക ചോദിക്കുന്നത്, ഞങ്ങൾ തെളിയിക്കാമെന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ഉന്നയിച്ച കാര്യം, ഈ തെരഞ്ഞെടുപ്പ് സമയത്തെ CCTV ദൃശ്യങ്ങൾ നൽകണമെന്നാണ്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അത് 45 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് നശിപ്പിച്ചെന്ന്. എന്തിനാണ് നശിപ്പിച്ചത്? ഇത്തരം ദൃശ്യങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ അത്ര വലിയ ബ്രഹ്മാണ്ഡ സൗകര്യങ്ങളൊന്നും വേണ്ടല്ലോ, നിഷ്പ്രയാസം ശേഖരിച്ചു വെക്കാവുന്നേ ഉള്ളൂ. അത് നശിപ്പിച്ചോ? നശിപ്പിച്ചില്ല, തരാൻ തയ്യാറാണോ? അതാണ് ചോദിക്കുന്നത്. അതാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച 2 കാര്യങ്ങൾ. ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധി തെളിവ് തരണം. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി ചുമ്മാത് മനഃപൂർവ്വം ഇലക്ഷൻ കമ്മീഷനെ ചീത്തയാക്കാൻ വേണ്ടി പറയുന്ന ഇതൊക്കെയാണല്ലോ ഈ BJP നേതൃത്വവും BJP സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒക്കെ പറയുന്നത്. ഞാനൊരു അല്പം പഴയ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം. 2024 നവംബർ 9 അന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, റോഡിന്റെയും ഗതാഗതത്തിന്റെയും ഒക്കെ മന്ത്രിയാണ്, നമുക്കറിയാമല്ലോ, കേരളത്തിന് കൂടുതൽ പരിചയമുള്ള ഒരു മന്ത്രി കൂടാ. അദ്ദേഹം ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായിക്ക് നൽകിയ, അദ്ദേഹത്തിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് നൽകിയ ഒരു അഭിമുഖം. അതിലെന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നാഗ്പൂരിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട 3.5 ലക്ഷം വോട്ടുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന്. BJP നേതാവ് നിതിൻ ഗഡ്കരിക്ക് ലഭിക്കേണ്ട 3.5 ലക്ഷം വോട്ടുകൾ പട്ടികയിലില്ലെന്ന്. BJP സ്ഥാനാർത്ഥിയാ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അദ്ദേഹം BJP രാഷ്ട്രീയത്തിൽ മോദിക്കും അമിത്ഷായ്ക്കും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനും ഒക്കെ ഒരു വെല്ലുവിളിയായിട്ട് വളർന്നു വരുന്ന ഒരു നേതാവാ. മന്ത്രിസഭയിലെ ഏറ്റവും ശേഷിയുള്ള ഒരു മന്ത്രിയാ, അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഒതുക്കുന്നതിന് ഇത് കോൺഗ്രസിനെയും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെയും പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽപ്പെട്ട നിതിൻ ഗഡ്കരിയെ കൈകാര്യം ചെയ്യുന്നത് 3.5 ലക്ഷം വോട്ടുകൾ പട്ടികയിൽ നിന്ന് മാറ്റിയെന്ന് പറഞ്ഞതാരാ? നിതിൻ ഗഡ്കരി തന്നെയാണ്. അപ്പോൾ രാജീവ് സർദേശായി ചോദിക്കുന്നുണ്ട്, ഇതങ്ങയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണോ എന്ന്. അതിനൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ എൻ്റെ കുടുംബാംഗങ്ങളെ പോലും, സ്വന്തം കുടുംബത്തിലുള്ളവരെ, ബന്ധുമിത്രാദികളെ, അവരെ പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുന്നു. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അവർക്ക്, ചില വ്യക്തികൾക്ക്, BJPയിലെ ചില ആളുകൾക്ക്, അവർക്ക് താല്പര്യമില്ലാത്ത പാർട്ടികൾ, സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ തന്നെ പാർട്ടിയിലെ ആളുകൾ അവർക്കെതിരായിട്ട് പോലും ഈ വോട്ട് കൊള്ള പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അന്ന് BJP നേതാക്കന്മാരും പറഞ്ഞില്ലല്ലോ നിതിൻ ഗഡ്കരി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന്, മിണ്ടിയില്ലല്ലോ. പിന്നെ അദ്ദേഹം ജയിച്ച ഒരാളായതുകൊണ്ട് അത് വലിയ തർക്ക വിഷയമായില്ല. അതങ്ങനെ അങ്ങ് ആരും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ഒരു വലിയ ഒച്ചപ്പാടില്ലാതെ അങ്ങ് കടന്നുപോയി. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഈ ചിന്ന നോട്ടീസൊക്കെ അയക്കാതെ ചെയ്യേണ്ടത്, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതകൾ അങ്ങോട്ട് സമ്മതിക്കുക. അദ്ദേഹം ചോദിച്ചതുപോലെ ഡിജിറ്റൽ വോട്ടർ പട്ടിക അങ്ങോട്ട് നൽകണം. അതുപോലെ പോളിംഗ് ദിവസത്തെ CCTV ദൃശ്യങ്ങൾ അത് നൽകണം. എന്നിട്ടാണ് പ്രശ്നങ്ങൾ തീർക്കേണ്ടത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെങ്കിൽ, അന്വേഷണത്തിൽ അങ്ങനെ വരികയാണെങ്കിൽ, ഈ ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് വോട്ട് കൊള്ളയിലൂടെയാണ് അധികാരത്തിൽ വന്നതെന്ന് ജനങ്ങൾ
വിശ്വസിക്കും. രാഹുൽ ഗാന്ധി പറയുന്നത് വലിയ തോതിൽ വളരെ ഗുരുതരമായ രീതിയിൽ വോട്ട് കൊള്ള നടന്നെന്ന രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പറയുന്നത്. ഒരൊറ്റ മണ്ഡലത്തിലെ ഉദാഹരണം എടുത്തുകൊണ്ട് ഇതാണ് നടന്നതെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന ഇടങ്ങളിൽ BJPക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് ഏതൊക്കെ തരത്തിലുള്ള വോട്ട് കൊള്ള നടന്നിട്ടുണ്ടാവും. എന്നിട്ട് പോലും ഈ 56 ഇഞ്ചിന്റെ BJPക്ക് 240 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. വെറും 240 സീറ്റ്, ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കാനുള്ള സീറ്റ് ഇല്ല. NDA സഖ്യകക്ഷികളുടെയും പിന്നെ TDP JDU എന്നീ 2 കക്ഷികളുടെയും പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ മോഡിക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്ക് വോട്ട് കൊള്ള നടന്നതിന് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി TDPയും JDUവും അവർ വിചാരിക്കുക, അവർക്ക് ഒരു ജനാധിപത്യ ബോധം ഉണ്ടായതിനു ശേഷം അവരൊക്കെ വിചാരിക്കുക ഞങ്ങൾ ഇത്തരക്കാരുമായിട്ട് കൂട്ടുകൂടുന്നില്ല എന്ന് തീരുമാനിച്ചാൽ, അവരുടെ പിന്തുണ പിൻവലിച്ചാൽ തീർന്നു, തപ്പേന്ന് പോകും താഴെയോട്ട് നമ്മുടെ മോദി ഗവൺമെന്റ്. അതാണ് അവസ്ഥ. തെരഞ്ഞെടുപ്പിൽ അറ്റപ്പറ്റ ജയിച്ചിട്ടാണ് ഒരു സർക്കാർ ഉണ്ടാക്കിയതെങ്കിൽ അതാണ് വസ്തുത. അപ്പോൾ ഈ വോട്ട് കൊള്ള ഉയർത്തുന്ന നൈതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണെന്നുള്ളത് വ്യക്തമാണ്. സാറേ, ഈ രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ചാകട്ടോ. നിങ്ങളുടെ ഈ ചെറിയ നോട്ടീസ് ഉണ്ടെന്നും അദ്ദേഹം അടങ്ങുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ votechoരി.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുക. വലിയ റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി, അതായത് 7:30 മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ KC വേണുഗോപാലൊക്കെ പറഞ്ഞത്, ഈ votechoരി.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിൽ വന്ന് 6 മണിക്കൂറിനുള്ളിൽ 5 ലക്ഷം പേര് ഫോൺ വഴി അതുമായി ബന്ധപ്പെട്ടു അതിന്റെ ഭാഗമായെന്നാ. അപ്പൊ ജനങ്ങളുടെ വികാരം, ജനങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം. BJP എങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ, സാറേ, നിങ്ങളുടെ വിശ്വാസ്യത എന്ന് പറഞ്ഞാലേ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിശ്വാസമായി ഇല്ലാതായി പോകുന്നത്. അത് മറക്കരുത്. അല്ല, നിങ്ങൾ 2-3 പേരോട് ഇരുന്ന് എന്തോ ചെയ്യുന്നു എന്നുള്ളതല്ല. നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെയാണ്. അത് മറന്നു പോകരുത്. പ്രധാനമന്ത്രി മോദിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നിർമ്മാണമാണ് പ്രധാനമായിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന സിവിലിയൻ ബഹുമതികളൊക്കെ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ, ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന, നിങ്ങൾ പണ്ട് പപ്പു എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച ഈ ചെറുപ്പക്കാരൻ ഈ മോദിജിയുടെ പ്രതിച്ഛായക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചിരിക്കുക. അത് റിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ കേട്ടത്, ടെലിവിഷൻ ചർച്ചയിൽ കേട്ടത്, ഇനി ഈ പ്രതിച്ഛായ നഷ്ടം ശരിപ്പെടുത്തുന്നതിന് ഇന്ത്യയിലെ MP-മാരുടെ ചില സംഘങ്ങളെ, കുറെ സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുമോ എന്നൊരു സംശയം ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞതാണ്. അമേരിക്കയിലേക്ക്, ചൈനയിലേക്ക്, പാകിസ്ഥാനിലേക്ക് വേണ്ട, ബ്രസീലിലേക്ക്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഇവിടേക്കൊക്കെ ഇനി സംഘങ്ങളെ അയക്കേണ്ടി വരുമോ എന്നൊരാശങ്ക ഒരാൾ പ്രകടിപ്പിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, അതിൽ ഏതെങ്കിലും ഒരു ഡെലിഗേഷനിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലേക്കോ റഷ്യയിലേക്കോ ചൈനയിലേക്കോ മറ്റു ഡെലിഗേഷനിൽ നമ്മുടെ ശശി തരൂർ ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ്.